ജയുടെ അച്ഛനമ്മയിലടാ പോകുന്നത്. അവരാദ്യമായിട്ട് കാണുക അല്ലല്ലോ? ചിലപ്പോ അവള് വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും അല്ലേ? വീട്ടിൽ വേറെ പലരും കാണും. പലതെന്ന് വെച്ചാ ഒരു വേലക്കാരി, അയാളുടെ മകൻ ബോർഡിങ്ങില്ല, പിന്നെ ആരാ ഉള്ളത്? വേറെ പലരും കാണില്ലേ? ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ, നമുക്ക് അവിടെ വരെ പോകുന്നതിൽ എന്താ കുഴപ്പം? അവളെനിക്ക് നല്ല റോസിന്റെ തണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്റെ റോസിന്റെ? അയൽവക്കാരെ എന്താ മോശമാ, ഞാൻ പറഞ്ഞേക്കാം. എടാ, ഒരു റോസിന്റെ കമ്പ് വാങ്ങിക്കാൻ പോകുന്ന അയൽവക്കാർക്ക് എന്താടാ? നിനക്ക് എന്ത് പറ്റി? എനിക്ക് ബി ചെയർഫുൾ മാൻ. നീ ഇവിടെ തന്നെ ഇരുന്നോളണം. ആരെങ്കിലും വരികയോ എന്തെങ്കിലും അപകട സൂചന കിട്ടുകയോ ചെയ്താൽ നീ നീട്ടി 2 ഹോൺ അടിച്ചേക്കണം. അതൊന്നും ചിലപ്പോ പറ്റിയെന്ന് വരില്ല. ഒന്ന് സഹകരിക്കടാ. നിനക്ക് എന്നൊരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചരാം. തരാന്ന് പറയുന്നല്ല, തരുന്നത് കാണുന്നില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ കോവാല. ഹോൺ വർക്ക് ചെയ്യണ്ടെന്ന് നോക്കിയതാ. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. Hi. Hi, Uncle. What a surprise. Please come in. എന്താടാ? എന്റെ കൈയറിയാതെ കൊണ്ടതാ, നോക്കി നിന്നപ്പോഴ്. ഓ, ഇവനെപ്പോലൊരു മരക്കഴുത. വേണ്ട വേണ്ട, അങ്കിൾ ഒന്നും പറയണ്ട. നെക്ലസ് തരാമെന്ന് പറഞ്ഞ് അങ്കിൾ എന്നെ പറ്റിക്കല്ലേ? അയ്യോ, സത്യമായിട്ടും അല്ല, ഞാൻ ഓർഡർ കൊടുത്തിരിക്കുക. നല്ല മരതകക്കല് കിട്ടാനില്ല, ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അങ്കിൾ നോണ പറയാ, തരാന്ന് പറഞ്ഞ് മോഹിപ്പിക്കുകയുള്ളൂ. അല്ല, ജയ എന്ത് ചോദിച്ചാലും ഞാൻ തരും. ഇപ്പൊ എന്ത് വേണം? അങ്കിളിന് ഇഷ്ടമുള്ളത്. ആ കൈയൊന്ന് നീട്ടിക്കേ. എന്തിനാ? നീട്ട്. കൈ വിടൂ അങ്കിൾ, വിടൂ അങ്കിൾ. ഇങ്ങോട്ടിരിക്കുന്നേ. പ്ലീസ് വിടൂ അങ്കിൾ. ഇങ്ങോട്ടിരിക്കേ. ഇനിയും ജയ എന്ത് ചോദിച്ചാലും ഞാൻ തരും. പകരം നീ എനിക്കെന്ത് തരും? അങ്കിളിന്റെ കവിളത്ത്. കവളത്ത്? കവളത്ത്? പറയൂ. കവളത്ത് ഒറ്റ അടി തരും. ശരീരത്തെ തൊട്ടുള്ള സ്നേഹം വേണ്ട. ഞാൻ വരട്ടെ? അയ്യോ അങ്കിൾ ഒന്നും കഴിച്ചില്ലല്ലോ. ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ? നോ താങ്ക്സ്. വല്ലതും സംഭവിച്ചോ? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. എല്ലാം. അപ്പൊ ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? രേവതി കൊണ്ടുപോയപ്പോഴും സാർ ഓടിക്കുന്നില്ലേ? ഞാൻ ഇന്ന് ആകെപ്പാട് ഒരു റൊമാൻറ്റിക് മൂഡിലാണ്. നീ ഓടിച്ചോടാ കൊള്ളാ. എന്താടാ പുച്ഛിച്ചൊരു ചിരി? അല്ല, റൊമാൻസിന് ഇങ്ങനെയും ചില മുഖങ്ങളുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്.
ജലജ. എന്ന് വെച്ചാ താമര, ലോട്ടസ്. നല്ല പേര്. ഒറ്റയ്ക്കാണോ? പറ, തനിച്ചുള്ളോ? തനിച്ചുള്ളൂ? കൂടെ ആരെങ്കിലും ഉണ്ടോ? ഓ, അങ്കിളിന്റെ പുള്ളിയാണല്ലേ. നീ കുറെ നാളായി തുടങ്ങി. കൈവിടുங்க ആരെങ്കിലും കാണുമെങ്കിൽ മോശമല്ലേ? വളരെ മോശം. സൂപ്പാക്കണ പിന്നെ റാസ്കൽ. ദേഹത്തോട്ട് കളിക്കരുത്, ദേഹത്തോട്ട് കളിക്കരുത്. അവിടെ ഒറ്റയ്ക്കാണെന്ന് ചോദിക്കാനും പറയാനും ആളുണ്ടാ. കിളവ തന്റെ ഈ കളി ഞാൻ ഇന്ന് നിന്റെ ഞാനൊരു കാമദേവനാണ്. എന്താ ബഹളം? മാന്യന്മാർക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റില്ല. ഇവനൊക്കെ പോലീസിലേപ്പിക്കണം. ആഴ്ചതോറും പെമ്പിള്ളേരെ മാറി മാറി കൊണ്ടുവന്ന് സദാചാരം നശിപ്പിക്കുന്ന തന്നെ ഞാൻ പോലീസിലേപ്പിക്കും. അവിടെ പഞ്ചാരക്കുട്ട ഇടിച്ചതിന്റെ എല്ലിയെ ഓടിക്കും. കിഴവ പറയുന്ന കാശ് ഞാൻ തരുന്നില്ലേ? പിന്നെ നീ വേറെ ആളിനെ കാണുമ്പോ ഇളിച്ചു കാണിക്കുന്നത് എന്തിനാ? ഹോട്ടലായോണ്ട് ഞാനങ്ങ് ക്ഷമിച്ചതാ. അല്ലെങ്കിൽ അവനെ കൊന്ന് കൊക്കയിലെറിഞ്ഞിട്ട് ഈ തോമസ് ചാക്കോ അടങ്ങൂ. അയ്യോ, അയാളുടെ ആൾക്കാർ ആരെങ്കിലും ആയിരിക്കും. എനിക്ക് പേടിയാവുന്നു. നീ ഒന്ന് വെറുതെ ഇരിയടി. ഞാനേ ഇത് ഇന്ന് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, അറിയോ? സോറി അങ്കിൾ. അങ്കിളിന്റെ പാർട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു തമാശ കാണിച്ചതല്ലേ. സംഗതി ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരി, ഞാൻ മറന്നിരിക്കുന്നു. അതൊരു വെറും വാക്കാണ്. അങ്കിളിന് ഇപ്പോഴും എന്നോട് എന്തോ വിരോധമുണ്ട്. അത് തീർത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പിരിയാൻ. നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഡ്രൈവർ ഉണ്ടാവും താഴെ. വരട്ടെ. ഉം. അത് ശരി, എന്നെ തട്ടാൻ തന്നെ ആയിരിക്കും പരിപാടി അല്ലേ? ആ, വേണ്ടി വന്നാ എനിക്ക് അതിനും മടിയില്ല. അങ്കിളിന്റെ പേര് എനിക്കറിയാം. ഞാൻ റിസപ്ഷനിൽ ചോദിച്ചു. എന്റെ പേര് വിഷ്ണു നാരായണൻ. വിഷ്ണു എന്ന് എല്ലാവരും വിളിക്കും. ഇവിടെ ചെറിയൊരു എസ്റ്റേറ്റ് ഉണ്ട്. സ്വന്തം നാട് പാലക്കാട്. അങ്കിളിന്റെ വിഷയങ്ങളിൽ എനിക്കും ലേശം ടേസ്റ്റ് ഉണ്ട്. ഏത് വിഷയം? ഓ, ഒന്നും അറിയാൻ പാടാത്ത പോലെ. അങ്കിൾ ആകാതിരിക്കുന്നത് തന്നെ. ഈ പ്രായത്തിൽ അങ്കിൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അത്ഭുതം തന്നെ. ഇതിന് പ്രായം ഒരു പ്രശ്നമാണോ? അല്ല, അത് ശരിയാ. പക്ഷെ എന്നാലും ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാന്ന് വെച്ചോ, ഞാൻ ഈ രംഗത്ത് ഒരു പരിപൂർണ വിജയമല്ല. അന്ത്യാവോളം വെള്ളം കോരിയിട്ട് പടിക്കിലെത്തുമ്പോ കുട ഉടച്ചു എന്ന് പറയാറില്ലേ? അതുപോലെ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ഒത്തുവരുന്നില്ല. പിന്നെ ചിലതൊക്കെ ഉണ്ട്. വല്ല കാലത്തും ചക്കയിട്ട് മുയല് ചാകുന്ന പോലെ ഒരെണ്ണം. പിന്നെ ഞാനതാരോടും തുറന്നു പറയാറില്ല. നമ്മള് പട്ടിണിയാണെന്ന് നാട്ടുകാരെ അറിയിച്ചിട്ട് എന്ത് കാര്യം? വിരുന്നിന് പോയിട്ട് കട്ടൻ കാപ്പിയും കുടിച്ച് പോന്നു എന്ന് പറയുന്നതിനേക്കാൾ ഭേദം 4 തരം കൂട്ടി സുഖമായിട്ടുണ്ടോ എന്ന് പറയുന്നതല്ലേ? എന്താ ചിരിച്ചു പറഞ്ഞ അഭിപ്രായ വ്യത്യാസമല്ലോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. വയറ് നിറച്ച ആഹാരം കഴിച്ചാലും കഴിച്ചില്ലെന്ന് പറയുന്നത് എനിക്കിഷ്ടം. അത് ശരി. മാസത്തിൽ 2-3 തവണ ഞാനിവിടെ വരും. 2 ദിവസം തങ്ങുകയും ചെയ്യും. ഇനിയിപ്പൊ എനിക്ക് ഇവിടെ ഒരു സുഹൃത്തിനെ കൂടെ കിട്ടിയെന്ന് കരുതാം. തീർച്ചയായിട്ടും. സുഹൃത്തെന്ന് പറയുന്നതിനേക്കാൾ ഭംഗി ഒരു ശിഷ്യൻ എന്ന് പറയുന്നതാവും. അങ്കിളിനെ കണ്ടപ്പോഴേ എനിക്ക് ആളെ പിടികിട്ടി. എങ്ങനെ? രക്തം രക്തത്തെ തിരിച്ചറിയുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോ നമ്മുടെ സുഹൃത്ത് ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി ആ. ഓരോ ഡ്രിങ്ക് ആകാം. താങ്ക് യു. പക്ഷെ ഇന്ന് വേണ്ട. എന്റെ ഗുരുനാഥനുള്ള ആദ്യത്തെ ട്രീറ്റ് എന്റെ ആയിരിക്കണം. നാളെ രാത്രി എന്റെ വീട്ടിൽ വെച്ച്. ഓക്കേ? ഓക്കേ.